നമസ്കാരം. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ഏപ്രിൽ 1 ചൊവ്വാഴ്ച. ഞാൻ MJ പ്രകാശ്. ഇന്നും പത്രങ്ങളുടെ തലക്കെട്ടിലുണ്ട് എമ്പുരാൻ. വിവാദങ്ങൾക്ക് തീപിടിപ്പിച്ച സിനിമ 5 ദിവസം കൊണ്ട് 200 കോടി ക്ലബിലെത്തി. വിവാദഭാഗങ്ങൾ മുറിച്ചു നീക്കിയ സിനിമയുടെ പതിപ്പ് തിയേറ്ററിലെത്താൻ 1 ദിവസം കൂടി എടുത്തേക്കുമെന്ന് മലയാള മനോരമ. ഈദ് ദിനത്തിൽ ശ്രീനഗർ ജാമിയ മസ്ജിദിലും UPയിലെ റോഡുകളിലും ഉൾപ്പെടെ രാജ്യത്തെ പലയിടങ്ങളിലും പ്രാർത്ഥനാ വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ ഇവിടെ കോഴിക്കോട് മാങ്കാവ് കിണാശ്ശേരിക്കാർ ക്ഷേത്രോത്സവവും ഈദ് നമസ്കാരവും ഒരേ മൈതാനത്ത് നടത്തിയ വാർത്ത ഇതാണ് കേരള സ്റ്റോറി എന്ന തലക്കെട്ടിൽ ലീഡ് വാർത്തയാക്കി ദേശാഭിമാനി. എന്നാൽ ദേശാഭിമാനി കാണാതിരുന്ന സമരത്തിന്റെ 50-ാം ദിനം ആശമാർ മുടിമുറിച്ച് നടത്തിയ വൈകാരിക പ്രതിഷേധമാണ് തീമുടി എന്ന തലക്കെട്ടിൽ മലയാള മനോരമയ്ക്ക് ലീഡ്. പെരുന്നാൾ അവധി കാരണം ചില പത്രങ്ങൾ മാത്രമാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചത്. നോക്കാം പത്രത്താളുകളിലൂടെ വിശദമായി. CPM പാർട്ടി കോൺഗ്രസിന് നാളെ തുടക്കമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് മാതൃഭൂമിയുടെ ലീഡ് വാർത്ത. തുറന്നു പറഞ്ഞ് CPM റിപ്പോർട്ട്. പാർട്ടിയുടെ പാളിച്ചയിൽ BJP വളർന്നു. പശ്ചിമബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും BJP RSS ശക്തിപ്പെട്ടത് തങ്ങളുടെ ചെലവിലെന്ന് CPMന്റെ സ്വയം വിമർശനം. ബുധനാഴ്ച തുടങ്ങുന്ന 24-ാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാനിരിക്കുന്ന കരട് രാഷ്ട്രീയ അവലോകന രേഖയിലാണ് ഏറ്റുപറച്ചിൽ. CPM ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJP വോട്ടുയർത്തുകയാണെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ BJP വളർച്ചയ്ക്ക് CPM കാരണമാകുന്നുവെന്ന് തുറന്നു സമ്മതിച്ചിരുന്നില്ല. ത്രിപുരയിൽ 2018-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പാർട്ടി ഹിന്ദുത്വ വർഗീയ ശക്തികളുടെ തുടർച്ചയായ ആക്രമണം നേരിടുകയാണെന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. ബംഗാളിലാകട്ടെ 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം BJP മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി. തുടർച്ചയായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. ഇതടക്കമുള്ള കാര്യങ്ങളാൽ പാർട്ടി അംഗങ്ങളും അനുഭാവികളും BJPയിലേക്ക് ചേക്കേറി. ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് BJP വളർച്ച പാർട്ടി ചെലവിലെന്ന് CPM വിലയിരുത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും ഒരു പരിധിവരെ BJPക്ക് മുന്നേറ്റമുണ്ടാക്കാനായി. BJPയെയും സംഘപരിവാർ സംഘടനകളെയും എതിർക്കുന്ന പാർട്ടി രീതി കൂടുതൽ ശക്തമാകേണ്ടതിന്റെ ആവശ്യമുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മതവികാരം ഉപയോഗപ്പെടുത്തി വിശ്വാസികൾക്കിടയിൽ ഹിന്ദുത്വ വർഗീയത വളർത്താൻ ആചാരങ്ങളെയും ഉത്സവങ്ങളെയും RSS ഉപയോഗപ്പെടുത്തുകയാണ്. സ്ത്രീകളെയാണ് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. വിശ്വാസത്തെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാർട്ടി പ്രവർത്തിക്കണം. മതേതര രാഷ്ട്രീയ ബോധത്തിലേക്ക് അവരെ മാറ്റിയെടുക്കണം. ന്യൂനപക്ഷ വർഗീയതയെയും എതിർക്കേണ്ടത് അനിവാര്യമാണ്. ഇസ്ലാമിക മതമൗലികവാദത്തെ അതിന്റെ സാമൂഹിക പ്രത്യാഘാതം തിരിച്ചറിഞ്ഞുകൊണ്ട് ചെറുക്കേണ്ടത് അനിവാര്യമാണെന്നും CPM രേഖ വ്യക്തമാക്കുന്നു. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ BJP പ്രവർത്തിക്കുന്നുണ്ടെന്നും ജാഗ്രതയോടെ ഇടപെടണമെന്നും സംസ്ഥാന റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടിയിരുന്നു. ആശാസമരം 50-ാം നാൾ മുടിമുറിച്ചു പ്രതിഷേധം. സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരപ്പന്തലിൽ വൈകാരിക രംഗങ്ങൾ. തിരുവനന്തപുരം. സമരവീര്യത്തെയും ഉള്ളുപൊള്ളി തിളച്ചു തൂകിയ കണ്ണുനീരിനെയും സാക്ഷിയാക്കി ആശമാർ മുടിമുറിച്ചു, തലമുണ്ഡനം ചെയ്തു. അവകാശ സമരത്തിന്റെ 50-ാം ദിനത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിലായിരുന്നു ആശാവർക്കർമാരുടെ പ്രതിഷേധം. മുടിമുറിച്ചു നീക്കിയപ്പോൾ പലരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. പരസ്പരം മുടി വെട്ടിക്കൊടുത്തവർ കെട്ടിപ്പിടിച്ചു നിന്ന് കരഞ്ഞു. രാവിലെ തന്നെ സമരവേദിയിലെത്തിയ ആശാപ്രവർത്തകർ മുടി അഴിച്ചിട്ടാണ് ഇരുന്നത്. അല്പസമയത്തിനുള്ളിൽ മുടി ഇല്ലാതാകുമെന്ന വിഷമം ആരിലുമില്ല. പകരം ഭരണകർത്താക്കൾ പൂർണ്ണമായും ഒറ്റപ്പെടുത്തിയതിന്റെ വേദനയായിരുന്നു അവരിൽ. കുറച്ചു സമയം കൂടി മാത്രമേ ഈ മുടി നമുക്കൊപ്പമുള്ളൂവെന്നും അതിനു മുൻപായി സെക്രട്ടേറിയറ്റിനു മുന്നിലൂടെ പ്രകടനം നടത്താമെന്നും നേതാക്കളുടെ അറിയിപ്പ് വന്നു. അതോടെ എല്ലാവരും മുടി അഴിച്ചിട്ട് നഗരം ചുറ്റി വീണ്ടും സമരവേദിയിലെത്തി. 11 കയ്യിൽ കരുതിയ കത്രികകൾ ഉപയോഗിച്ച് നേതാക്കൾ ഉൾപ്പെടെ മുടി മുറിച്ചു തുടങ്ങി.
സമരസമിതി നേതാവ് എസ് മിനിയുടെ മുടിയാണ് ആദ്യം മുറിച്ചത്. മറ്റുള്ളവർ മുടി മുറിക്കുന്നത് കണ്ട് പിന്നിൽ നിന്ന ആശമാരുടെ കണ്ണുകൾ നിറഞ്ഞു. മുഖം പൊത്തി പലരും വിതുമ്പി. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആശാപ്രവർത്തകയായ ബി ബീനയും പത്മജവും തല മുണ്ഡനം ചെയ്തു. ഇതിനിടെ ഇരുവരും നിയന്ത്രണം വിട്ടു പൊട്ടിക്കരഞ്ഞു. സമരം തുടങ്ങിയിട്ട് 50 ദിവസമായി. ഈ കടുത്ത ചൂടിൽ റോഡരികിൽ കിടന്നിട്ടും ഇടതുപക്ഷക്കാരെന്ന് അവകാശപ്പെടുന്ന സർക്കാർ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തിനാണ് വഴിയിൽ കിടക്കുന്നതെന്നു പോലും മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ചോദിച്ചിട്ടില്ല, പത്മജം പറഞ്ഞു. മുറിച്ചുമാറ്റിയ മുടി കയ്യിൽ പിടിച്ച ആശമാർ ഉച്ചയ്ക്കും പ്രകടനം നടത്തി. മുറിച്ചെടുത്ത മുടിയിൽ മുല്ലപ്പൂ ചൂടി. അവ ചരടിൽ കോർത്ത് സമരപ്പന്തലിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒട്ടേറെ പേർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുടിമുറിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങളുന്നയിച്ച് ഫെബ്രുവരി 10-നാണ് കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. ആശമാർ സമരം ചെയ്യേണ്ടത് ഡൽഹിയിലാണ്. മുറിച്ച തലമുടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് കൊടുത്തയക്കണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ സമരത്തെക്കുറിച്ച് പറഞ്ഞത്. ഇതിന് ചുട്ട മറുപടിയുമായി സമരസമിതി നേതാവ് എസ് മിനി രംഗത്തെത്തി. കൂടുതൽ സമരമാർഗങ്ങളിലേക്ക് ഞങ്ങളെ തള്ളിവിടരുത്, സർക്കാർ എത്രയും പെട്ടെന്ന് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് എസ് മിനി ആവശ്യപ്പെട്ടത്. പുതിയ എമ്പുരാൻ വരും, ഒരു നാൾ വൈകി. സിനിമ 200 കോടി ക്ലബിലേക്ക്. വിവാദ ഭാഗങ്ങൾ മുറിച്ചു നീക്കിയ എമ്പുരാൻ തിയേറ്ററുകളിലെത്താൻ ഒരു ദിവസം കൂടി എടുത്തേക്കും. ചിത്രത്തിന്റെ റീസെൻസറിംഗ് ഞായറാഴ്ച പൂർത്തിയായെങ്കിലും എഡിറ്റിംഗും മാസ്റ്ററിംഗും പൂർത്തിയാക്കാൻ സമയമെടുക്കുന്നതാണ് കാരണം. എഡിറ്റിംഗിന് ശേഷം ഹൈദരാബാദിൽ നടൻ നാഗാർജുനയുടെ ഉടമസ്ഥതയിലുള്ള അന്നപൂർണ സ്റ്റുഡിയോയിൽ മാസ്റ്ററിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ്. ഇത് ഇന്ന് പൂർത്തിയായേക്കും. തുടർന്ന് തിയേറ്ററുകളിലേക്ക് അപ്ലോഡ് ചെയ്യും. ഇന്നലെ വൈകിട്ടോടെ റീസെൻസർ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു അണിയറ പ്രവർത്തകർ ആദ്യം അറിയിച്ചിരുന്നത്. ചിത്രത്തിൽ നിന്ന് 2.3 മിനിറ്റാണ് നീക്കം ചെയ്തിട്ടുള്ളത്. മാസ്റ്ററിംഗ് പൂർത്തിയാക്കി അപ്ലോഡ് ചെയ്യുന്ന പ്രിന്റ് 90% തിയേറ്ററുകളിലെയും സെർവറിലേക്ക് അതിവേഗ ഇന്റർനെറ്റ് മുഖേനയാണ് എത്തുക. സിനിമയുടെ ദൈർഘ്യം എത്ര മണിക്കൂറാണോ ഏതാണ്ട് അത്ര തന്നെ സമയം ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും വേണ്ടിവരും. എങ്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യമുള്ള തിയേറ്ററുകൾക്ക് 4-5 മണിക്കൂർ കൊണ്ട് ജോലികളെല്ലാം പൂർത്തിയാക്കി ചിത്രം പ്രദർശന സജ്ജമാക്കാനാകും. അതിവേഗ ഇന്റർനെറ്റ് സൗകര്യമില്ലാത്ത തിയേറ്ററുകളിലേക്ക് സിനിമ കോപ്പി ചെയ്ത ഹാർഡ് ഡിസ്ക് വാഹനത്തിലെത്തിക്കുകയാണ് ചെയ്യുക. ഇത്തരം തിയേറ്ററുകളിൽ പുതിയ പ്രിന്റ് എത്താൻ കുറച്ചുകൂടി സമയം വേണ്ടി വന്നേക്കും. അതേസമയം സിനിമ 200 കോടി ക്ലബിലേക്ക് എത്തുന്ന വിവരം നായകൻ മോഹൻലാൽ സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചു. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകരും ഇത് പങ്കുവച്ചു. 5 ദിവസം കൊണ്ടാണ് ചിത്രം 200 കോടി നേടുന്നത്. 48 മണിക്കൂർ കൊണ്ട് 100 കോടി ക്ലബിൽ കയറിയിരുന്നു. റഫായേൽ ഇസ്രയേൽ കൂട്ടക്കുരുതി. 15 രക്ഷാപ്രവർത്തകരെ കൊന്നു കുഴിച്ചുമൂടി. ആംബുലൻസുകൾ വരെ കുഴിയെടുത്തു മൂടി. 48 മണിക്കൂറിനിടെ ഗസയിൽ 80 മരണം. കൂട്ടക്കുഴിമാടത്തിന്റെ മണ്ണു നീക്കുമ്പോൾ യൂണിഫോമിട്ട ശരീരങ്ങൾ. അവരിൽ ചിലരുടെ കൈകൾ കെട്ടിവെച്ചിരുന്നു. ഇസ്രായേൽ സൈന്യം ബുൾഡോസർ കൊണ്ട് കുഴിയെടുത്ത് രക്ഷാപ്രവർത്തകരുടെ ആംബുലൻസുകൾ വരെ മൂടിയ കാഴ്ച. ഒരാഴ്ച മുൻപ് തെക്കൻ ഗസയിലെ റഫായിലുള്ള ടെൽ അൽ സുൽത്താനിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ പലസ്തീൻ റെഡ് ക്രസന്റ് സംഘടനയുടേതടക്കം 15 പ്രവർത്തകരെയാണ് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത്. ഇവരെ ഓരോരുത്തരെയായി വെടിവെച്ചു കൊല്ലുകയായിരുന്നെന്ന് UN ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ഓഫീസിന്റെ മേധാവി ജോനാഥൻ വിറ്റാൾ പറഞ്ഞു. 8 റെഡ് ക്രസന്റ് പ്രവർത്തകരുടെയും 6 സിവിൽ ഡിഫൻസ് പ്രവർത്തകരുടെയും ഒരു UN ജീവനക്കാരന്റെയും മൃതദേഹങ്ങളാണ് വീണ്ടെടുത്തത്. ഇസ്രായേൽ സൈന്യം ആക്രമണം പുനരാരംഭിച്ചതിന്റെ പിറ്റേന്ന് മാർച്ച് 23-നാണ് ഇവരെ കൊന്ന് മൃതദേഹം കൂട്ടക്കുഴിമാടത്തിൽ തള്ളിയത്. ദൗത്യസംഘത്തിലെ ഒരാളെ കാണാതായിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തെ UN റിലീഫ് ഏജൻസി മേധാവി ഫിലിപ്പ് ലാസറീനി അപലപിച്ചു. 23-ന് പുലർച്ചെ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവരുടെ രക്ഷയ്ക്കെത്തിയ റെഡ് ക്രസന്റ് ആംബുലൻസിന് നേരെ വെടിവയ്പുണ്ടായി പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്നറിഞ്ഞാണ് രണ്ടാമതൊരു വാഹനം ഇവിടെയെത്തിയത്.
ആംബുലൻസുകളും കാറുകളും ഉൾപ്പെട്ട ഈ സംഘത്തിന് നേരെയാണ് വെടിവയ്പുണ്ടായത്. ഇതിനിടെ ഗസയിലെമ്പാടും ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമായി. 48 മണിക്കൂറിനിടെ 80 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗസയിലെ ബെയ്ത്ത് ലഹിയയിൽ ഭൂമിക്കടിയിൽ 1 കിലോമീറ്റർ നീളമുള്ള തുരങ്കം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. മേഖലയിൽ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രവും വിക്ഷേപണ സംവിധാനങ്ങളും കണ്ടെത്തിയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. US ആക്രമണം, യമനിൽ 3 മരണം. യമന്റെ തലസ്ഥാനമായ സനായ്ക്ക് സമീപം ഹൂത്തി മേഖലയിൽ US നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു, 12 പേർക്ക് പരിക്കേറ്റു. മാർച്ച് 15 മുതൽ US നടത്തിവരുന്ന ആക്രമണത്തിൽ ഏറ്റവും രൂക്ഷമായ ആക്രമണമായിരുന്നു ഇന്നലെ പുലർച്ചെയുണ്ടായത്. സനായിലെ വീടുകൾ തകർന്നതിന്റെ ഏതാനും ദൃശ്യങ്ങൾ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സാറ്റലൈറ്റ് ന്യൂസ് ചാനൽ പുറത്തുവിട്ടു. ആണവായുധ ഉടമ്പടി, ബോംബിടും എന്ന് ട്രംപ്, തിരിച്ചടിക്കുമെന്ന് ഖമീനി. ടെഹ്റാൻ. ആണവായുധം വികസിപ്പിച്ചാൽ ഇറാനിൽ ബോംബിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. US നിർദ്ദേശിച്ച ആണവ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനുമേൽ കൂടുതൽ തീരുവകൾ ചുമത്തുമെന്നും ഞായറാഴ്ച NBC ന്യൂസിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു. ആക്രമിച്ചാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി തിങ്കളാഴ്ച പ്രതികരിച്ചു. ആണവ ചർച്ചയ്ക്ക് സന്നദ്ധമാകണമെന്നാവശ്യപ്പെട്ട് മാർച്ച് 7-ന് UAE പ്രസിഡന്റിന്റെ നിയമോപദേഷ്ടാവ് വഴി ട്രംപ് ഖമീനിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ US-ഉമായി നേരിട്ട് ചർച്ച നടത്തുന്നതിനുള്ള സാധ്യത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസേഷ്കിയാൻ തള്ളിക്കളഞ്ഞിരുന്നു. ഇറാന്റെ ആണവായുധമോഹത്തിന് തടയിടുക എന്ന ഉദ്ദേശത്തോടെ US, ചൈന, റഷ്യ, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ എന്നിവ ചേർന്ന് 2015-ലാണ് ഇറാനുമായി കരാറുണ്ടാക്കിയത്. എന്നാൽ ഇറാൻ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെന്നാരോപിച്ച് 2018-ൽ ട്രംപിന്റെ ആദ്യ സർക്കാരിന്റെ കാലത്ത് US കരാറിൽ നിന്ന് പിന്മാറിയിരുന്നു. ജഡ്ജി സ്ഥലം മാറി, CMRL കേസ് വീണ്ടും കേൾക്കണം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ചോദ്യം ചെയ്ത് കരിമണൽ കമ്പനിയായ CMRL നൽകിയ ഹർജിയിൽ വാദം കേട്ട് വിധി പറയാൻ മാറ്റിയ ഹൈക്കോടതി ജഡ്ജിക്ക് സ്ഥലം മാറ്റം. ഇതോടെ കേസിൽ ഇനി മറ്റൊരു ബെഞ്ച് ആദ്യം മുതൽ വാദം കേൾക്കണം. കേസിൽ മാസങ്ങളോളം വാദം കേട്ട ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗിന് കഴിഞ്ഞ ദിവസമാണ് അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റമായത്. ജനുവരി 20-ന് വിധി പറയുമെന്ന് അറിയിച്ചെങ്കിലും ഇതുവരെ അതുണ്ടായില്ല. മറ്റൊരു ബെഞ്ച് ഏപ്രിൽ 3-ന് കേസ് പരിഗണിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് CMRL പണം നൽകിയത് അഴിമതി തന്നെയാണെന്നാണ് SFIO ഹൈക്കോടതിയിൽ വാദിച്ചത്. വായ്പ കിട്ടിയില്ല, ബാങ്ക് കൊള്ളയടിച്ചു. സംഭവം ബംഗളൂരുവിലാണ്. ബേക്കറി ഉടമയെയും സംഘത്തെയും 6 മാസത്തിനു ശേഷം പിടികൂടി. 15 ലക്ഷം രൂപയുടെ വായ്പയ്ക്കുള്ള അപേക്ഷ നിരസിച്ചതിൽ പ്രകോപിതരായി ബാങ്ക് കൊള്ളയടിച്ച ബേക്കറി ഉടമയും സംഘവും പിടിയിൽ. SBI ദാവണഗരെ ന്യാമതി ശാഖയിൽ കവർച്ച നടത്തിയവരെയാണ് പോലീസ് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തത്. 17.7 കിലോഗ്രാം സ്വർണമാണ് ഇവർ കവർന്നത്. ഉസലംപട്ടിയിൽ 30 അടി താഴ്ചയുള്ള കിണറിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു 15 കിലോഗ്രാം. ബാക്കി ചില ജ്വല്ലറികളിൽ നിന്ന് പിടിച്ചെടുത്തു. 13 കോടി രൂപ മൂല്യം വരും. കാര്യമായ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെയാണ് സ്ട്രോങ് റൂം തകർത്ത് സ്വർണമടങ്ങിയ ലോക്കർ ഒക്ടോബർ 26-ന് കവർന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ: വിജയകുമാറും അജയ്കുമാറും ന്യായമതിയിൽ ബേക്കറി കച്ചവടം നടത്തുകയാണ്. 2023-ൽ വിജയകുമാർ ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് അപേക്ഷിച്ചിരുന്നെങ്കിലും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരസിച്ചു. തുടർന്ന് ഒരു ബന്ധുവിന്റെ പേരിൽ അപേക്ഷ നൽകിയെങ്കിലും അതും നിരസിച്ചു. തുടർന്ന് വിജയകുമാറാണ് കവർച്ച ആസൂത്രണം ചെയ്തത്. ചില TV സീരിയലുകളും യൂട്യൂബ് ചാനലുകളും കണ്ട് ബാങ്ക് കൊള്ളയെപ്പറ്റി 6 മാസത്തോളം പഠിച്ച ശേഷമായിരുന്നു കവർച്ചയ്ക്കിറങ്ങിയത്. അന്തർസംസ്ഥാന സംഘമാണ് കവർച്ച നടത്തിയതെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. ഈദ് ദിനത്തിൽ ശ്രീനഗറിലെ ചരിത്രപ്രസിദ്ധമായ ജാമിയ മസ്ജിദിലും ഈദ്ഗാഹ് മൈതാനത്തും പ്രാർത്ഥനാ വിലക്കുമായി അധികൃതർ. ശ്രീനഗർ ജാമിയ മസ്ജിദ് മുഖ്യപുരോഹിതൻ
മിർവൈസ് ഉമർ ഫാറൂഖിനെ വീട്ടുതടങ്കലിലാക്കി. ഡൽഹി ജുമാ മസ്ജിദിലും ഉത്തർപ്രദേശിലെ സംഭലിലും വൻ പോലീസ് സുരക്ഷയിലാണ് ഈദ് പ്രാർത്ഥനകൾ നടന്നത്. യു.പിയിൽ ഈദ് ദിനത്തിൽ റോഡുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും നിസ്കാരം നടത്തുന്നത് സർക്കാർ വിലക്കി. പ്രാർത്ഥന പള്ളിയിൽ മാത്രം മതിയെന്നും തെരുവുകളിലും മറ്റും ഈദ് നമസ്കാരം നടത്തുന്നവരുടെ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കുമെന്നും വരെ യു.പി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുസ്ലിം സമുദായാംഗങ്ങൾ സ്വന്തം വീടുകളുടെ ടെറസുകളിൽ കൂട്ടത്തോടെ എത്തി നിസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനും ചില പ്രദേശങ്ങളിൽ വിലക്കേർപ്പെടുത്തി. ഈദ് ദിനത്തിൽ യു.പിയിലെ റോഡിൽ ഇത്രയും ബാരിക്കേഡുകൾ എന്തിനെന്നും ഇത് അടിയന്തരാവസ്ഥയാണോ എന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ചോദിച്ചു. അഖിലേഷിന്റെ വാഹനവ്യൂഹം പോലീസ് തടഞ്ഞിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ശ്രീനഗറിലെ ഈദ്ഗാഹിൽ പ്രാർത്ഥനകൾ നടക്കില്ലെന്ന് ബി.ജെ.പി. നേതാവ് ദരാക്ഷൻ അൻദ്രാബിയുടെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് ഞായറാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഈദ്ഗാഹിൽ രാവിലെ 10-ന് പ്രാർത്ഥനകൾ നടക്കുമെന്ന ശ്രീനഗർ ജാമിയ മസ്ജിദിന്റെ അറിയിപ്പിന് പിന്നാലെയാണ് വഖഫ് ബോർഡ് പ്രഖ്യാപനം നടത്തിയത്. ബി.ജെ.പി. ഭരിക്കുന്ന ഹരിയാന ഈദുൽ ഫിത്തർ സർക്കാർ അവധി ദിനങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പകരം നിയന്ത്രിത അവധി മാത്രമായിരുന്നു. ഈ വാർത്തയോടൊപ്പം ക്ഷേത്രോത്സവത്തിൽ നടത്തിയ ഈദ് നമസ്കാരത്തെക്കുറിച്ചുള്ള വാർത്ത കൂടി നൽകി ഇത് കേരള സ്റ്റോറി എന്ന് പറയുകയാണ് ദേശാഭിമാനി. ആ വാർത്തയിലേക്ക്. ക്ഷേത്രോത്സവം നടക്കുന്ന മൈതാനത്തിന്റെ ഇരുവശത്തെ വെള്ളവസ്ത്രമണിഞ്ഞ് ഈദ് നമസ്കാരത്തിനെത്തിയവർ, മറുവശത്തെ ഉത്സവാഘോഷം. ഇങ്ങനെയാണ് മാങ്കാവ് കിണാശ്ശേരിക്കാർ. ഉത്സവവും പെരുന്നാളുമെല്ലാം ഇവർക്കൊന്നാണ്. വർഷങ്ങളായി പള്ളിയറക്കൽ ദുർഗാഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ പരിപാടികളും മസ്ജിദീൻ മുജാഹിദീൻ പള്ളിയുടെ പെരുന്നാൾ ഈദ്ഗാഹും ഒരേ മൈതാനത്താണ് നടക്കുന്നത്. ഇത്തവണ ആദ്യമായി ക്ഷേത്രോത്സവവും ചെറിയ പെരുന്നാളും ഒരേ ദിവസത്തിലായത് ആഘോഷത്തിന്റെ തിളക്കം കൂട്ടി. കിണാശ്ശേരി GVHSS മൈതാനത്ത് ഉത്സവത്തിന് ഒരുക്കങ്ങൾ നടത്തുമ്പോൾ തന്നെ ഈദ്ഗാഹിനുള്ള സൗകര്യം ഉണ്ടാകുമെന്ന് ക്ഷേത്ര കമ്മിറ്റി പള്ളിക്കമ്മിറ്റി ഭാരവാഹികളെ അറിയിച്ചിരുന്നു. ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്രോത്സവത്തിന് കൊടിയേറ്റി മെഗാ തിരുവാതിരയ്ക്ക് ശേഷം രാത്രി 12ഓടെ എല്ലാവരും ചേർന്നാണ് തിങ്കളാഴ്ചത്തെ ഈദ് നമസ്കാരത്തിനുള്ള ഒരുക്കം നടത്തിയത്. 1500-ലധികം പേർ നമസ്കാരത്തിനെത്തി. ക്ഷേത്രത്തിലെ അന്നദാനത്തിനും ഇഫ്താർ വിരുന്നിനുമെല്ലാം എല്ലാവരും ഒരു മനസ്സോടെ പങ്കെടുത്തു. മതസൗഹാർദ്ദത്തിന്റെ റിയൽ കേരള സ്റ്റോറിയാണ് കിണാശ്ശേരി. ഈദ് നമസ്കാരത്തിന് സ്ഥലമില്ലാതിരുന്ന പള്ളിക്കായി സ്വന്തം വീട്ടുമുറ്റത്ത് സൗകര്യമൊരുക്കിയ പാലക്കാട് അലനല്ലൂർ കണ്ണുംകൊണ്ട് സ്വദേശി അനിൽകുമാർ, ക്ഷേത്രമൈതാനം ഇഫ്താർ സംഗമത്തിന് അനുവദിച്ച ആറ്റിങ്ങൽ പിരപ്പമൺകാട് ശ്രീ ഭൂതനാഥൻകാവ് ക്ഷേത്രം തുടങ്ങി നിരവധി മാതൃകകളും പ്രതീക്ഷയായി നമുക്ക് മുന്നിലുണ്ട്. ഈ രണ്ട് വാർത്തകൾക്കുമിടയിലുള്ള ബോക്സ് കൂടി വായിക്കുമ്പോഴാണ് ദേശാഭിമാനിയുടെ പ്രധാന വാർത്ത പൂർണ്ണമാകുന്നത്. അതുകൂടി വായിക്കാം. മതാന്ധതയുടെ ഇരുൾ പടരുന്ന ഇന്ത്യയുടെ വഴികളിൽ മാനവികതയുടെ വെളിച്ചം തൂകി കേരളം വീണ്ടും മതനിരപേക്ഷതയ്ക്ക് കാവലാളായി. അപരവിദ്വേഷത്താൽ ജീർണിച്ച തലച്ചോറുകൾ പ്രാർത്ഥനകൾക്ക് ഭീതിയുടെ വിലങ്ങിട്ട ഉത്തരേന്ത്യൻ വാർത്തകൾക്ക് 1000 നന്മക്കാഴ്ചകൾ ചേർത്തുവെച്ച് നമ്മൾ ഉലയാത്ത മാതൃകയായി. ഒരു മാസത്തെ കഠിന വ്രതാനുഷ്ഠാനത്തിനൊടുവിൽ റംസാൻ നിലാവ് പരന്നപ്പോൾ ഒന്നിച്ചിരുന്നു പ്രാർത്ഥിക്കാൻ, പരസ്പരം ആശംസ നേരാൻ കാശ്മീരിലടക്കം വിശ്വാസികൾ ഒത്തുചേർന്നത് നിയന്ത്രണങ്ങൾക്കും ഭീഷണികൾക്കുമിടയിലായിരുന്നു. പൊതുയിടങ്ങളൊന്നും അധികൃതർ ഈദ്ഗാഹിനായി അനുവദിച്ചില്ല. പോലീസ് വലയത്തിലായിരുന്നു UP അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈദ് നമസ്കാരം. എന്നാൽ കേരളത്തിൽ ക്ഷേത്രാങ്കണങ്ങൾ മുതൽ വീട്ടുമുറ്റങ്ങൾ വരെ നിസ്കാരപ്പായ നിവർന്നു. മണ്ണിലും വിണ്ണിലും മനസ്സിലും പ്രാർത്ഥന നിറഞ്ഞു. ഇതാണ് നമ്മളെന്ന് കേരളം പിന്നെയും ഇന്ത്യയോട് പറഞ്ഞു. ഇനി മലയാള മനോരമയുടെ 1-ാം പേജിലുള്ള ഒരു വാർത്തയിലേക്കാണ്. ഉത്സവാഘോഷയാത്രയിൽ CPM സംഗീതമേളം. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ ചിത്രങ്ങളും ചെങ്കൊടിയിൽ. കൂത്തുപറമ്പ്. BJP പ്രവർത്തകൻ എളമ്പിലായി സൂരജിനെ വെട്ടിക്കൊന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പതാകയുമായി ക്ഷേത്രോത്സവ ഘോഷയാത്രയിൽ CPM പ്രവർത്തകർ അണിനിരന്നു. കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ കായലോടിനു സമീപം പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന
കലശഘോഷയാത്രയിലാണ് സംഭവം. പറമ്പായി സഖാക്കൾ എന്നെഴുതിയ ചെങ്കൊടിയിലാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലും പ്രതിയായ ടി.കെ. രജീഷ് ഉൾപ്പെടെ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട 8 പേരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയത്. ഇതിനൊപ്പം ചെഗ്വാരയുടെ ചിത്രമുള്ള കൊടിയും ഡിവൈഎഫ്ഐയുടെ പതാകയും വീശുന്നത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ കാണാം. പ്രതികളെ പ്രകീർത്തിക്കുന്ന മുദ്രാവാക്യം വിളിയും ഉണ്ടായിരുന്നു. രക്തസാക്ഷി സ്തൂപത്തിന്റെ മാതൃകയുമായി പ്രവർത്തകർ ചുവടുവെച്ച് നീങ്ങുമ്പോൾ പുഷ്പനെ അറിയാമോ എന്ന പാട്ടും മുഴങ്ങി. ഉത്സവ ഘോഷയാത്രകളിൽ മുൻപും പാർട്ടി പതാകകളും രൂപങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കൊലക്കേസിൽ ശിക്ഷിച്ച പ്രതികളുടെ ചിത്രങ്ങളുമായി പങ്കെടുക്കുന്നത് ആദ്യമാണ്. CPM വിട്ട് BJPയിൽ ചേർന്ന വിരോധത്തിന് സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ 8 പേർക്ക് ജീവപര്യന്തവും ഒരാൾക്ക് 3 വർഷം തടവുമാണ് മാർച്ച് 24-ന് കോടതി വിധിച്ചത്. CPM പാർട്ടി കോൺഗ്രസ് നാളെ മുതൽ. ജനറൽ സെക്രട്ടറിയായി MA ബേബി വരുമോ? കേന്ദ്ര നേതൃനിരയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പിക്കാൻ കേരള ഘടകം. തിരുവനന്തപുരം. CPM പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ കൊടിയുയരുമ്പോൾ ഉന്നത നേതൃനിരയിൽ കേരള ഘടകം കൂടുതൽ പ്രാതിനിധ്യം പ്രതീക്ഷിക്കുന്നു. EMSന് ശേഷം കേരളത്തിൽ നിന്നും ജനറൽ സെക്രട്ടറി ഉണ്ടാകുമോ എന്ന വലിയ ചോദ്യത്തിനും മധുര ഉത്തരം നൽകും. 2012 മുതൽ PBയിലുള്ള MA ബേബിക്ക് പിറന്നാൾ സമ്മാനമായി അത് ലഭിക്കണമെങ്കിൽ പിണറായിയും കേരള ഘടകവും മനസ്സുവെക്കണം. പാർട്ടി കോൺഗ്രസിന് തിരശ്ശീല വീഴുന്നതിന് തലേന്ന് ഏപ്രിൽ 5-ന് ബേബി 72-ാം വയസ്സിലേക്ക് കടക്കും. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ ഏറ്റവും സീനിയറായ മലയാളിയാണ് ബേബി. മലയാളിയായ പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയെങ്കിലും ഡൽഹി ഘടകത്തിന്റെ അക്കൗണ്ടിലായിരുന്നു അത്. ബേബി ജനറൽ സെക്രട്ടറിയായാൽ കേരളത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി PBയിലേക്ക് വന്നേക്കാം. EP ജയരാജന് സാധ്യതയുണ്ടെങ്കിലും 75 വയസ്സിന് തൊട്ടടുത്തെത്തി എന്ന പ്രശ്നം നേരിടുന്നുണ്ട്. കേന്ദ്ര സെക്രട്ടേറിയറ്റിലുള്ള മലയാളിയായ വിജു കൃഷ്ണനും സാധ്യതയുണ്ട്. AK ബാലൻ, PK ശ്രീമതി എന്നിവർ 75 വയസ്സ് പിന്നിട്ട സാഹചര്യത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകും. കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിനെ തുടർന്നുള്ള ഒഴിവ് നികത്തിയിട്ടില്ല. അപ്പോൾ കേരളത്തിൽ നിന്ന് 3 പേർ പുതിയതായി കേന്ദ്ര കമ്മിറ്റിയിൽ വരും. LDF കൺവീനർ ആയതിനാൽ TP രാമകൃഷ്ണനും സാധ്യതയുണ്ട്. അദ്ദേഹത്തിനും 75 വയസ്സിന് അടുത്തെത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള മന്ത്രിമാരിൽ PA മുഹമ്മദ് റിയാസും VN വാസവനും പരിഗണിക്കപ്പെട്ടേക്കാം. ഇരുവരും കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിലാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായത്. മന്ത്രി MB രാജേഷിന്റെയും P ജയരാജന്റെയും പേരുകൾ ചർച്ചയിലുണ്ടെങ്കിലും സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിൽ വന്ന ശേഷമാണ് പുരുഷ നേതാക്കളെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാറുള്ളത്. എന്നാൽ വനിതാ നേതാക്കളെ നേരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ ശ്രീമതിക്ക് പകരം J മേഴ്സിക്കുട്ടിയമ്മയോ TN സീമയോ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാനാണ് സാധ്യത. വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് CBCI. കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിന് പിന്നാലെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് രംഗത്തെത്തി. പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കുമ്പോൾ പാർട്ടികളും MP-മാരും നിഷ്പക്ഷവും ക്രിയാത്മകവുമായ നിലപാട് സ്വീകരിക്കണമെന്ന് CBCI ആവശ്യപ്പെട്ടു. CBCI വാർത്താക്കുറിപ്പിൽ KCBCയുടെയും CBCIയുടെയും നിലപാടിനെ കേന്ദ്രമന്ത്രിമാർ സ്വാഗതം ചെയ്തു. ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു, ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരാണ് നിലപാടിനെ സ്വാഗതം ചെയ്ത് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചത്. മ്യാൻമർ ഭൂകമ്പം, മരിച്ചവർ 2065. മ്യാൻമറിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2065 3900 പേർക്ക് പരിക്കേറ്റതായും 270 പേരെ കാണാതായതായും ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ MRTV അറിയിച്ചു. രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഗർഭിണിയടക്കം 4 പേരെ രക്ഷിച്ചു. ഇന്ത്യയിൽ നിന്നെത്തിയ ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. പ്രതിപക്ഷ സായുധ സേന 2 ആഴ്ചത്തേക്ക് പോരാട്ടം നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചെങ്കിലും സൈനിക ഭരണകൂടം ആക്രമണം തുടരുകയാണ്. തായ്ലൻഡിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 19. ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരുന്ന വൻ കെട്ടിടം തകർന്നാണ് ഇതിൽ 12 പേർ മരിച്ചത്. മ്യാൻമറിന് $2 ദശലക്ഷം സഹായം
US വാഗ്ദാനം ചെയ്തു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:50 റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത്. ഭീഷണി തുടർന്ന് ട്രംപ്, റഷ്യയ്ക്കു പിന്നാലെ യുക്രൈനിനും വിമർശനം. ധാതു കരാറിൽ നിന്ന് പിൻവാങ്ങാൻ സെലൻസ്കി ശ്രമിക്കുകയാണെന്നും അങ്ങനെ സംഭവിച്ചാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. കഴിഞ്ഞ ദിവസം റഷ്യയ്ക്കെതിരെയും ട്രംപ് രംഗത്തെത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തടസ്സം നിന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കുമേൽ അധിക നികുതി ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ നേതൃത്വത്തെ പുടിൻ ചോദ്യം ചെയ്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഇന്ത്യയും ചൈനയുമാണ് റഷ്യയിൽ നിന്നും പ്രധാനമായും എണ്ണ വാങ്ങുന്നത്. ട്രംപിന്റെ ഭീഷണിയോട് കരുതലോടെയായിരുന്നു റഷ്യയുടെ പ്രതികരണം. മൂന്നാമതും പ്രസിഡന്റാകാനുള്ള വഴി തേടുമെന്ന് ട്രംപ്. മൂന്നാമതും US പ്രസിഡന്റാകാൻ ശ്രമിക്കുമെന്ന് താൻ ഇടയ്ക്കിടെ പറയുന്നത് തമാശയല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാറേ ലാഗോയിലെ സ്വവസതിയിലിരുന്ന് NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. അമേരിക്കൻ ഭരണഘടന പ്രകാരം ഒരാൾക്ക് 2 തവണയേ പ്രസിഡന്റാകാനാകൂ. എന്നാൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ മൂന്നാമതും പ്രസിഡന്റാകാനുള്ള വഴി തേടുമെന്നാണ് ട്രംപ് പറഞ്ഞതിന്റെ പൊരുൾ എന്നാണ് വ്യാഖ്യാനം. 2029 അമേരിക്കയിൽ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. 1951 22ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരാൾക്ക് 2 തവണയേ പ്രസിഡന്റാകാനാകൂ എന്ന് നിജപ്പെടുത്തിയത്. ആപ്പിളിന് ഫ്രാൻസിൽ 15 കോടി യൂറോ പിഴ. മൊബൈൽ ആപ്ലിക്കേഷൻ വിപണിയിലെ ആധിപത്യം ദുരുപയോഗം ചെയ്തതിന് ആപ്പിളിന് 15 കോടി യൂറോ, ഏതാണ്ട് 1388 കോടിയോളം രൂപ പിഴയിട്ട് ഫ്രഞ്ച് കോമ്പറ്റീഷൻ അതോറിറ്റി. 2021 ഏപ്രിലിനും 2023 ജൂലൈക്കുമിടയിലുള്ള കാലയളവിൽ iOS, ഐപാഡ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ വിതരണത്തിൽ കൃത്രിമത്വം കാട്ടിയെന്നാണ് ആരോപണം. അതേസമയം ഉപഭോക്താക്കൾക്ക് അവരുടെ ഡാറ്റ സ്വകാര്യത ഉറപ്പാക്കാനുള്ള ആപ്പിളിന്റെ ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പാരൻസി സംവിധാനത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അതോറിറ്റി അഭിപ്രായപ്പെട്ടു. എന്നാൽ ഈ സംവിധാനം ആപ്പിൾ നടപ്പാക്കിയ രീതിയിലാണ് പ്രശ്നമുള്ളതെന്നും അത് വ്യക്തിവിവരങ്ങൾ സംരക്ഷിക്കുമെന്ന ആപ്പിളിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തെ അത്ര തുണയ്ക്കുന്നില്ലെന്നും വ്യക്തമാക്കി. സ്റ്റുഡിയോ ജിബ്ലി മാറ്റത്തിന്റെ മരുക്കാറ്റ്. സ്റ്റുഡിയോ ജിബ്ലി ChatGPTയുടെ പുതിയ പതിപ്പ് പുറത്തുവന്ന ദിവസങ്ങൾക്കകം സാമൂഹിക മാധ്യമങ്ങൾ കീഴടക്കിയ സ്റ്റുഡിയോ ജിബ്ലി ChatGPTയുടെ പുതിയ പതിപ്പ് പുറത്തുവന്ന ദിവസങ്ങൾക്കകം സമൂഹമാധ്യമങ്ങൾ കീഴടക്കിയ പേരാണിത്. ജിബ്ലി രൂപങ്ങൾ സ്റ്റോറികളിലും റീലുകളിലും നിറയുമ്പോൾ സ്റ്റുഡിയോ ജിബ്ലിയും അവരുടെ സിനിമകളും ഒപ്പം ഹവായോ മിയാസാക്കിയും മറവിയുടെ മൂടുപടം വലിച്ചുകീറി പുറത്തു വന്നിരിക്കുന്നു എന്ന് വാർത്ത തുടരുകയാണ്. എന്തായാലും സ്റ്റുഡിയോ ജിബ്ലി ഇപ്പോൾ ട്രെൻഡിംഗായി മാറിയിരിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ കേൾക്കാം. നന്ദി, നമസ്കാരം.